Hi all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിൻ്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 20 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീക്കൽ എക്സാമിനേഷൻ ആണ്. ഫീക്കൽ എക്സാമിനേഷൻ ക്ലിനിക്കൽ പത്തോളജി ഏരിയ ആണ്. സോ അതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. First question, black tarry stool is seen in option A obstructive jaundice, option B excessive fat intake, option C barium meal x-ray, option D bleeding from upper GIT. അതായത് നമ്മുടെ സ്റ്റൂൾ അല്ലെങ്കിൽ ഫീസസ് ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആവുന്ന കേസ് ഏതാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ബ്ലീഡിങ് ഫ്രം അപ്പർ GIT. അപ്പർ GIT നമ്മൾ GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലെ അപ്പർ റീജിയൻസിൽ നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ്സ് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റൂളിൻ്റെ കളർ ബ്ലാക്ക് കളറായിട്ട് മാറും. ഓക്കെ, പക്ഷേ നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇനി ലോവർ GIT ട്രാക്റ്റിൽ എന്തെങ്കിലും ബ്ലീഡിങ് വരുവാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ബ്ലാക്ക് കളറല്ല കേട്ടോ വരുന്നത്. സോ ഇപ്പോൾ ലോവർ GIT എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളുടെ റെക്ടം ആ ഒരു റീജിയനിൽ വരുന്ന ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് അവിടെ റെഡ് കളറായിട്ട് അല്ലെങ്കിൽ ബ്ലഡായിട്ട് തന്നെ ആയിരിക്കും കാണാനുണ്ടാവുക. സോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പർ GIT ട്രാക്റ്റിൽ ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മളുടെ സ്റ്റൂൾ എന്തായിരിക്കും? ബ്ലാക്ക് കളറും. അതേപോലെ തന്നെ ലോവർ GIT ട്രാക്റ്റിലാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ബ്ലഡ് ആസ് എ ബ്ലഡായിട്ട് അല്ലെങ്കിൽ റെഡ് കളറായിട്ടായിരിക്കും കാണുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻഫൻസിലൊക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികളിലൊക്കെ അധികവും ഈ സ്റ്റൂളിൽ കളർ ചേഞ്ചുകൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ ഏതൊക്കെ കേസിൽ ഏതൊക്കെ കളറിലാണ് നമ്മൾ സ്റ്റൂൾ കാണുന്നത് എന്നുള്ള അതിൽ ഫസ്റ്റ് നമ്മൾ യെല്ലോ കളർ. നോർമൽ ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ഫീഡിങ് ബേബി, നമ്മൾ ഇൻഫൻസിൻ്റെ കേസിലാണ് പറയുന്നതെങ്കിൽ നോർമൽ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ബേബിക്ക് യെല്ലോ കളർ സ്റ്റൂളായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ ഈ ബൈൽ പിഗ്മെൻറ്റ് പ്രസൻ്റ് ആണ്, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന കേസിൽ ഈ സ്റ്റൂൾ അല്ലെങ്കിൽ ഫീസസ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ അപ്പിയർ ചെയ്യും. ഓക്കെ, നോർമൽ യെല്ലോ, ഇൻഫെക്ഷൻസ് ഓർ ബൈൽ പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണെങ്കിൽ ദറ്റ് ഈസ് ഗ്രീൻ കളറിലായിരിക്കും. ഇനി പെയിൽ ഓർ ക്ലേ കളർ, അതായത് നോർമൽ യെല്ലോൻ്റെ അത്ര കളർ ഇല്ലാതെ ഒരു പെയിൽ കളറായിട്ട് അല്ലെങ്കിൽ ക്ലേ കളറായിട്ട് കാണുന്നത് ബിലിയറി ഒബ്സ്ട്രക്ഷൻസിൻ്റെ കേസിലാണ്. നമ്മളെ ബൈൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവില്ലേ, കാരണം ഈ ബൈൽ പിഗ്മെൻറ്റ്സ് നമ്മളുടെ ഇൻഡസ്റ്റൈനിലേക്ക് എത്തില്ല, ബിലിയറി ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുമ്പോൾ ആ ഒരു കേസിൽ എന്തിന് കളർ ഉണ്ടാവില്ല? യെസ്, നമ്മുടെ സ്റ്റൂളിന് കളർ. കാരണം സ്റ്റൂളിന് കളർ കൊടുക്കുന്നത് ഈ ബിലിറൂബിയം വന്നത് സ്റ്റെർക്കോബിലിനോജൻ പല കൺവേർഷൻസും സംഭവിച്ചിട്ടാണ്. സോ അവിടെ ബൈൽ റിലീസ് ചെയ്യാത്തതുകൊണ്ട്, ഒബ്സ്ട്രക്ഷൻസ് കാരണം ഇൻഡസ്റ്റൈനിൽ എത്താത്തതുകൊണ്ട് നമുക്ക് നമ്മളുടെ സ്റ്റൂളിന് ഏത് കളറായിരിക്കും? പെയിൽ കളറായിരിക്കും. ഇനി ബ്ലാക്ക് കളർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അപ്പർ GI ട്രാക്ട് ഇൻഫെക്ഷൻ ബ്ലീഡിങ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് കളർ സ്റ്റൂൾ വരുന്നത്. എന്നാൽ ലോവർ GI ട്രാക്ട് ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമുക്ക് റെഡ് കളറായിട്ടുള്ള സ്റ്റൂളാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റൂളിൻ്റെ അല്ലെങ്കിൽ ഫീസസിൻ്റെ ഡിഫറെൻറ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ കളറ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following method is not used as a concentration method for parasite in stool? Option A, simple flotation method. Option B, zinc sulfate concentration method. Option C, KOH concentration method. Option D, formol ether sedimentation method. അതായത് താഴെ കൊടുത്തതിൽ പാരസൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് അല്ലാത്തത് എപ്പോഴും PSCയിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ലെങ്കിൽ PSC എന്നല്ല, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് വാദിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും. കാരണം അതിൽ ചിലപ്പോൾ നോട്ട് യൂസ്ഡ് എന്ന് അല്ലെങ്കിൽ താഴെ ഒരു എക്സെപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മളത് മൈൻഡ് ചെയ്യില്ല. കാരണം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് കൊണ്ടുപോയി ചെയ്ത് വെക്കാറുണ്ട്. സോ അത് ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റൂളിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡായിട്ട് യൂസ് ചെയ്യാത്തത് ഏതാണെന്നുള്ളതാണ് ഇവിടെ നോക്കിക്കേ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, KOH കോൺസെൻട്രേഷൻ മെത്തേഡ്. അതായത് നമ്മൾ സ്റ്റൂളിൻ്റെ കോൺസെൻട്രേഷൻ മെത്തേഡായിട്ട് നമ്മൾ ഫ്ലോട്ടേഷൻസ് മെത്തേഡും അതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റ് മെത്തേഡും ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ മെത്തേഡൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? പക്ഷേ KOH കോൺസെൻട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നില്ല? ഈ ഒരു സ്റ്റൂൾ കോൺസെൻട്രേഷനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടി, കാരണം സ്റ്റൂളിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ചെയ്യില്ല. ഇപ്പോൾ പാരസൈറ്റിനൊക്കെ സ്റ്റൂളിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മൈക്രോസ്കോപ്പി ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഈ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ
ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് സലൈൻ വെറ്റ് മൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സലൈൻ വെറ്റ് മൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുക ഫ്രഷ്ലി പാസ്ഡ് ആയിട്ടുള്ള സ്റ്റൂളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, നമ്മളൊരു സ്റ്റൂള് നമ്മൾ 1 ഡ്രോപ്പ് സലൈനിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കവർ സ്ലിപ്പ് ഇട്ട് നോക്കും. അതാണ് സലൈൻ വെറ്റ് മൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ മോട്ടൈലായിട്ടുള്ള ട്രോഫോസോയിറ്റ് ഇല്ലേ, പ്രോട്ടോസോവൻ ട്രോഫോസോയിറ്റ് ഡിറ്റക്ട് ചെയ്യാനും അതുപോലെ ഹെൽമിന്തിക് എഗ്ഗിനെ അല്ലെങ്കിൽ ലാർവിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ്ലി പാസ്ഡ് ആയിട്ടുള്ള സ്റ്റൂളിൽ നിന്ന് സലൈൻ വെറ്റ് മൗണ്ട് ചെയ്യാൻ പറ്റും. എന്തിന്? മോട്ടൈലായിട്ടുള്ള ട്രോഫോസോയിറ്റ്സിനെയും അതുപോലെ ഹെൽമിന്തിക് എഗ്ഗ് ലാർവയൊക്കെ നമുക്ക് ഇതിലെന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ് അയഡിൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സലൈൻ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ ല്യൂക്കോൾസ് അയഡിനാണ് യൂസ് ചെയ്യുന്നത്. ല്യൂക്കോൾസ് അയഡിനാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ അയഡിൻ യൂസ് ചെയ്തിട്ട് മൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്തായിരിക്കും? പ്രോട്ടോസോയിൽ സിസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം അയഡിന് ഈ ഒരു നമ്മളുടെ ഈ സിസ്റ്റിൻ്റെ ന്യൂക്ലിയസും ഗ്ലൈക്കോജനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ പ്രോട്ടോസോവിൻ്റെ സിസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ടെക്നിക്സ്. നമ്മൾ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ. നമുക്ക് ഇപ്പോൾ സ്റ്റൂളിൽ പല പാരസൈറ്റ്സും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെറ്റ് മൗണ്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് സലൈൻ മൗണ്ടോ അല്ലെങ്കിൽ അയഡിൻ മൗണ്ടോ ചെയ്യുകയാണെങ്കിൽ, സോ അതിൽ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു പോർഷൻ ഓഫ് സ്റ്റൂളിൽ എന്തുണ്ടാവണം എന്നുണ്ടാവില്ല, ഈ പാരസൈറ്റ് ഉണ്ടാവണം എന്നുണ്ടാവില്ല. കാരണം അതിലുള്ള ആ ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ സ്റ്റൂളിലുള്ള പാരസൈറ്റിൻ്റെ കോൺസെൻട്രേഷൻസ് കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് പാരസൈറ്റ്സേ ഇല്ലെങ്കിൽ അത് നമ്മൾ ആദ്യം കോൺസെൻട്രേഷൻ ടെക്നിക്സ് ചെയ്യണം. കോൺസെൻട്രേഷൻ ടെക്നിക്സിന് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ പാരസൈറ്റിനെ മൊത്തത്തിൽ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി സെൻസിറ്റിവിറ്റി കൂടും. കാരണം കോൺസെൻട്രേഷൻ ടെക്നിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെറ്റ് മൗണ്ട് ചെയ്യുന്നതെങ്കിൽ പാരസൈറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഡയറക്റ്റ് വെറ്റ് മൗണ്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പാരസൈറ്റ് ഉണ്ടെങ്കിലും നമ്മളത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ നമുക്ക് എഗ്സിനെയും ലാർവിനെയും സിസ്റ്റിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ ടെക്നിക്സ് വഴി നമുക്ക് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്മിയറിൽ കിട്ടാത്തത് നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടെക്നിക്കുകൾ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് നോക്കാം. അതിൽ സെഡിമെൻറ്റേഷൻ ടെക്നിക്കും വരുന്നുണ്ട്, ഫ്ലോട്ടേഷൻ ടെക്നിക്കും ഉണ്ട്. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളതിന് മിക്സ് ചെയ്തിട്ട് വരുന്ന എല്ലാ പാരസൈറ്റ്സും താഴെ വന്ന് സെഡിമെൻ്റ് ചെയ്യും. കുറച്ച് വെയിറ്റ് കൂടിയിട്ടുള്ളതൊക്കെ ആയിരിക്കും ഇങ്ങനെ സെഡിമെൻറ്റേഷൻ ടെക്നിക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അധികവും നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു സെഡിമെൻറ്റേഷൻ ആയിട്ടുള്ള സെഡിമെൻറ്റേഷൻ കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. അതിലാണ് നമ്മൾ ഈ ഫോർമോൾ ഈതർ സെഡിമെൻറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സെഡിമെൻറ്റേഷൻ കോൺസെൻട്രേഷൻ ടെക്നിക്കാണ്. സോ പാരസൈറ്റ് എവിടെ വന്നിട്ടാണ് സെറ്റിൽ ആവുന്നത്? ബോട്ടത്തിൽ താഴെ വന്നിട്ട് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്ലോട്ടേഷൻ, ഞാനിതിൻ്റെ പ്രൊസീജിയേഴ്സോ ഡീറ്റെയിൽസോ ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ടെക്നിക്സ് മാത്രം പറയുകയാണ് കേട്ടോ. ഇനി ഫ്ലോട്ടേഷൻ ടെക്നിക്സ്, ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മുകളിൽ വന്നിട്ട് ഫ്ലോട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? വെയിറ്റ് കുറഞ്ഞിട്ടുള്ള, ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്? മുകളിൽ വന്ന് നമ്മളൊരു ഇപ്പോൾ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് സാൾട്ട് സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കുറഞ്ഞ അതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ളത് എവിടെ വന്ന് മുകളിൽ വന്നിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലേ. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫ്ലോട്ടേഷൻ ടെക്നിക്കിൽ ചെയ്യുന്നത്. ഫ്ലോട്ടേഷൻ ടെക്നിക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ സിങ്ക് സൾഫേറ്റും ഫ്ലോട്ടേഷൻ ടെക്നിക്സൊക്കെ നമ്മൾ കോമൺലി സ്റ്റൂളിൻ്റെ പാരസൈറ്റിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ ടെക്നിക്കുകളാണ്. അപ്പോൾ വെയിറ്റ് കുറഞ്ഞ എഗ്സ് ആയിരിക്കും എവിടെ വരുന്നത്? ഈ ഒരു ഫ്ലോട്ടേഷൻ ടെക്നിക്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ സ്റ്റൂളിൻ്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എങ്ങനെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നായിരുന്നു അല്ലേ. ഇനി നമ്മൾ സ്റ്റൂളിൻ്റെ എക്സാമിനേഷന് വേണ്ടി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിൻസുകൾ, അതായത് നമുക്ക് പാരസൈറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റെയിൻസുകൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രൈക്രോം സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ട്രൈക്രോം സ്റ്റെയിൻ എന്ന് പറയുന്നത് അതെന്തിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്? പ്രോട്ടോസൻ ട്രോഫോസോയിഡ്സിനെയും സിസ്റ്റിനെയും സ്റ്റെയിൻ ചെയ്യും. ബ്ലൂ ഗ്രീൻ കളറിലാണ്, അല്ലെങ്കിൽ ബ്ലൂ ടു ഗ്രീൻ കളറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് അപ്പിയർ ചെയ്യുന്നത്. നമ്മൾ എൻറ്റമീബ, ജിയാഡിയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രൈക്രോം സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റൂളിൻ്റെ എക്സാമിനേഷന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെയിനാണ് ട്രൈക്രോം സ്റ്റെയിന്. പ്രോട്ടോസോവൻ ട്രോഫോസോയിറ്റിനെയാണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലേ.
ഓക്കെ, നമ്മൾ അയഡിൻ നേരത്തെ വെറ്റ് മൗണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ട്രോഫോസോയിൽ സിസ്റ്റിനെ ആയിരുന്നു സ്റ്റെയിൻ ചെയ്യുന്നതെന്ന്. ഇവിടെ ട്രൈക്രോം സ്റ്റോൺ പ്രോട്ടോസോയിൽ ട്രോഫോസോയിറ്റിനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ട്രോഫോസോയിറ്റിനെയും സിസ്റ്റിനെയും സ്റ്റെയിൻ ചെയ്യും. പിന്നെ അതുപോലെ എൻറ്റമീബ, ജിയാഡിയ പോലെയുള്ള പ്രോട്ടോസോവിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാട്ടോ. അപ്പോൾ ട്രൈക്രോം സ്റ്റെയിൻസ് എന്തിനു യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് പാരസൈറ്റ്സിനെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാട്ടോ. പിന്നെ AFB സ്റ്റെയിൻ. AFB സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ. ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഊസിസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ് ഈ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഊസിസ്റ്റ്? യെസ്, ക്രിപ്റ്റോസ്പൊറിഡിയം, ഐസോസ്പോറ, സൈക്ലോസ്പോറ, ഇതൊക്കെയാണ് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഊസിസ്റ്റ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോസ്പൊറിഡിയം, ഐസോസ്പോറ, സൈക്ലോസ്പോറ, ഇതെല്ലാം ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഊസിസ്റ്റാണ്. സോ അതിന് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റൈറ്റ് സ്റ്റെയിൻ. റൈറ്റ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് RBC, അതുപോലെ WBC, പാരസൈറ്റ്സിനെയൊക്കെ നമുക്ക് ടിഷ്യൂവിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാം. പിന്നെ മോഡിഫൈഡ് ZN സ്റ്റെയിനിങ്, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ AFB സ്റ്റെയിൻ തന്നെയാണ് ഈ ഒരു മോഡിഫൈഡ് ZN സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോസ്പൊറിഡിയയിലും പാർവത്തിനും നമുക്ക് യൂസ് ചെയ്യാം. സോ അത് അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റും കൂടി വന്നു എന്നേ ഉള്ളൂ കേട്ടോ, മോളത്തെ സ്റ്റെയിൻ ചെയ്യാൻ. ഓക്കെ, സോ അതാണ് സ്റ്റെയിനിങ്ങിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസിഡിൻ ടെസ്റ്റ് ഫോർ ഒക്കൾട്ട് ബ്ലഡ് ഈസ് ഓപ്ഷൻ A മോർ സ്പെസിഫിക് ദാൻ ഗൊയാക് ടെസ്റ്റ്, ഓപ്ഷൻ B മോർ സെൻസിറ്റീവ് ബട്ട് carcinogenic, option C less sensitive than guaiac test, option B no longer used due to poor sensitivity. അതായത് നമ്മൾ ബെൻസിഡിൻ ടെസ്റ്റ്, അതായത് നമ്മൾ ചെയ്യുന്നത് ഒക്കൾട്ട് ബ്ലഡിന് ചെയ്യുന്ന ടെസ്റ്റാണ് ഈ ബെൻസിഡിൻ ടെസ്റ്റ്. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? യെസ്, മോർ സെൻസിറ്റീവ് ബട്ട് കാർസിനോജനിക്. നമ്മൾ നേരത്തെ ഇവിടെ ഗൊയാക് ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഗൊയാക് ടെസ്റ്റിനേക്കാളും മോർ സെൻസിറ്റീവ് ആണ്, പക്ഷേ ഈ ബെൻസിഡിൻ എന്ന് പറയുന്നത് കാർസിനോജനിക് ആണ്. അപ്പം എന്താണ് ഈ ഒക്കൾട്ട് ബ്ലഡ്, അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം, ഈ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് കാണാൻ പറ്റുന്ന, സ്റ്റൂൾ കാണാൻ പറ്റുന്ന ബ്ലഡിനെയാണ് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. നമുക്ക് നാക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്ന ബ്ലഡ് അല്ല. സോ ഹിഡൻ ആയിട്ട് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ബ്ലഡിനെയാണ് നമ്മൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്നത്. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മൾ അപ്പർ GI ട്രാക്റ്റിൽ എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ കോളോറെക്ടൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹിഡൻ ബ്ലഡ് അല്ലെങ്കിൽ ഒക്കൾട്ട് ബ്ലഡ് എക്സാമിൻ ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ ഹെമറോയിഡ്സിൻ്റെ കേസിൽ, ഇപ്പോൾ ഹെമറോയിഡ്സ് ഉണ്ടാവുന്ന കേസിൽ നമുക്ക് അവിടെ ഒക്കൾട്ട് ബ്ലഡ് നോക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം വിസിബിൾ ആയിട്ടുള്ള ബ്ലീഡിങ് തന്നെ ഈ ഹെമറോയിഡ്സിൻ്റെ കേസിൽ ഉണ്ടാവും. സോ അവിടെ അത് അത്ര എന്താണ് ഒരു മെയിൻ ഇൻഡിക്കേഷനായിട്ട് വരുന്നില്ല. ഓക്കെ, സോ ഇനി നമ്മൾ ഈ ഒക്കൾട്ട് ബ്ലഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? അതിൽ ഫസ്റ്റ് ടെസ്റ്റാണ് ഗൊയാക് ബേസ്ഡ് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. FOBT എന്ന് പറഞ്ഞാൽ ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് ഈ ഗൊയാക് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സ്യൂഡോ പെറോക്സിഡേസ് ആക്ടിവിറ്റി ഓഫ് ഹീമോഗ്ലോബിന് ഈ സ്യൂഡോ പെറോക്സിഡേസ് ആക്ടിവിറ്റി ഉണ്ട്, അതായത് പെറോക്സിഡേസിനെ പോലെയുള്ള ആക്ടിവിറ്റി ഉണ്ട്. സോ അതെന്ത് ചെയ്യും? ഈ ഗൊയാക്കിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ബ്ലൂ കളർ തരും. അപ്പോൾ ഹീമോഗ്ലോബിൻ നമ്മളുടെ സ്റ്റൂൾ ഉണ്ടെങ്കിൽ, അതായത് ഒക്കൾട്ട് ബ്ലഡ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന് സ്യൂഡോ പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഈ നമ്മളെ ഗൊയാക്കിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ബ്ലൂ കളർ തരും. സോ അതാണ് നമ്മളെ ഗൊയാക്കിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്, ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. പക്ഷേ നമ്മൾ ഈ റെഡ് മീറ്റ്, അതേപോലെ ചില വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി എന്തുണ്ടാവും? ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് തരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒക്കൾട്ട് ബ്ലഡ് ആയിരിക്കില്ല അവിടെ ഇൻഡിക്കേഷൻസ് വരുന്നത്. ഇങ്ങനെ കുറച്ച് ഡയറ്ററി ആയിട്ടുള്ള എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെഡ് മീറ്റ് ഒന്നും കഴിച്ചു പോയിട്ട് ഗൊയാക് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റാണ് ബെൻസിഡിൻ ടെസ്റ്റ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ്. കോമൺലി മീൻസ് ഓൾഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്
പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ബെൻസിഡിൻ അവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് കാർസിനോജനിക് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളധികം യൂസ് ചെയ്യാറില്ല. ക്യാൻസർ കോസ് ചെയ്യുന്നതാണല്ലോ കാർസിനോജനിക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളത് ഇപ്പം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിന് പെറോക്സിഡേസ് ലൈക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഈ ബെൻസിഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് കളർ ചേഞ്ച് തരും. നമ്മൾ നേരത്തെ ഗോയാക്കിനെ ഓക്സിഡൈസ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബെൻസിനെയും ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. സെയിം ആണ്, പക്ഷേ ബെൻസിഡിൻ കാർസിനോജനിക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഗോയാക്കിനേക്കാളും കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ് നമ്മൾ ബെൻസിഡിൻ ടെസ്റ്റ് എന്ന് പറയും. ഇനി ഓർത്തോട്ടോൾഡിൻ ടെസ്റ്റ്. ഓർത്തോട്ടോൾഡിൻ ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിളും സെയിം തന്നെയാണ്. പെറോക്സിഡൈസ് ലൈക്ക് ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ഓർത്തോട്ടോൾഡിൻ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും എന്നുള്ളതാണ്. ബെൻസിഡിൻ ടെസ്റ്റിനെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി എന്താണ് ബെൻസിനേക്കാളും എളുപ്പമാണ്, പക്ഷെ നമ്മളധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്മ്യൂണോ കെമിക്കൽ ഫിക്കൽ ഒക്കൾട്ട് ബ്ലഡ്. അതിൽ നമ്മൾ എന്താ ഈ ഇമ്മ്യൂണോ കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനെയാണ് അല്ലേ. സോ ആ ഹീമോഗ്ലോബിൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ സ്റ്റൂളിലുള്ള ഈ ഹീമോഗ്ലോബിൻ ഒരു ആൻറ്റിജൻ ആയിട്ട് കണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യാണ്, നമ്മളൊരു ആൻറ്റിബോഡി യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മോഡേൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. നമുക്കിവിടെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നേരത്തെ നമ്മൾ റെഡ് മീറ്റിൻ്റെ മീൻസ് വെജിറ്റബിൾസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മളിത് സ്പെസിഫിക്കലി ഈ ലോവർ GI ട്രാക്ട് ബ്ലീഡിങ്ങിൽ എന്ത് ചെയ്യുക, നമുക്ക് സ്പെസിഫിക്കലി യൂസ് ചെയ്യാം. പക്ഷേ അപ്പർ GI ട്രാക്ട് ബ്ലീഡിങ്ങിൽ ഇതത്ര എന്തല്ല പുവർ ഡിറ്റക്ഷൻ ആണ് വരുന്നത്. മെയിൻലി ലോവർ GI ട്രാക്ട് ബ്ലീഡിങ്ങിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇത് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തതാണ് ഹീം പോർഫൈറിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഓർ ഹീമോകോൺ മെത്തേഡ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഹീം ഡെറിവേഡ് ആയിട്ടുള്ള പോർഫൈറിനെ നമ്മൾ ഫ്ലൂറിമെട്രി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഹീമിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പോർഫൈറിനെ നമ്മൾ ഫ്ലൂറിമെട്രി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്. ജസ്റ്റ് ഡിറ്റക്ട് ഇല്ല, ആ പ്രസൻസ് മാത്രമല്ല അതിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്നും കൂടി നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. അപ്പർ ആൻഡ് ലോവർ GI ബ്ലീഡിങ്ങിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി എക്സ്പെൻസീവും കോംപ്ലക്സുമാണ്. കാരണം എന്താണ് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് നമുക്ക് അറിയുന്നത് കൊണ്ട് കുറച്ച് എക്സ്പെൻസീവും അതുപോലെ കോംപ്ലക്സ് മെത്തേഡുമാണ്. പക്ഷേ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പർ ആൻഡ് ലോവർ GI നമുക്ക് ബ്ലീഡിങ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ ബെൻസിഡിൻ ടെസ്റ്റ് ഒക്കൾട്ട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്കസ് ചെയ്യുന്നത്, എന്നാൽ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമതാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ സ്റ്റൂൾ സാമ്പിൾ ലാബിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മൾ അതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം അല്ലേ. കുറച്ച് നേരത്തേക്ക് വേറെ ചേഞ്ചസ് ഒന്നും വരാണ്ട് അത് കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതിന് നമ്മൾ സ്റ്റൂൾ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സിൽ ഫസ്റ്റ് വണ്ണാണ് 10% ഫോർമാലിൻ എന്ന് പറയുന്നത്. കാരണം ഈ 10% ഫോർമാലിൻ നമ്മുടെ ഹെൽമിന്തിക് എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ ലാർവേൻ്റെയും പ്രോട്ടോസോൺ സിസ്റ്റിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. സോ പക്ഷേ നമ്മൾ ട്രോഫോസോയിഡ് കൾച്ചറിന് വേണ്ടിയിട്ട് ഇത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ ട്രോഫോസോയിഡിനും ഇത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ നെഗറ്റീവ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 10% ഫോർമാലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എന്തിന് സ്യൂട്ടല്ല, ട്രോഫോസോയിറ്റിന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ 10% ഫോർമാലിൻ യൂസ് ചെയ്ത് പ്രിസർവ് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ കൾച്ചർ ചെയ്യണം, നമുക്ക് സ്റ്റൂൾ കൾച്ചർ ചെയ്യാറില്ല, ഫീസസ് കൾച്ചർ ചെയ്യാം, അതിനും നമുക്ക് ഈ 10% ഫോർമാലിൻ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. പിന്നെ പോളിവീനൈൽ ആൽക്കഹോൾ, അത് പോളിവീനൈൽ ആൽക്കഹോളും ഫിക്സേറ്റീവും സ്റ്റെയിൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പെർമനൻറ്റ് സ്റ്റെയിനിങ്ങിന് വേണ്ടി നമ്മൾ ട്രൈക്രോം സ്റ്റെയിൻ നേരത്തെ പറഞ്ഞില്ലേ, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ജിയാഡിക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്യാറുള്ള ഈ ട്രൈക്രോം സ്റ്റെയിനിങ് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോളിവീനൈൽ ആൽക്കഹോൾ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ട്രൈക്രോം സ്റ്റെയിനിങ്ങിൽ നമുക്ക് ട്രോഫോസോയിഡ്സും സിസ്റ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, ഗുഡ് ഫോർ പ്രോട്ടോസോക്ക് ഇത് പോളിവീനൈൽ ആൽക്കഹോൾ എന്താണ് ബെസ്റ്റ് പ്രിസർവേറ്റീവ് ആണ്. പക്ഷേ എന്താണ് ഇത് ടോക്സിക് ആണ് എന്നതിൽ മെർക്കുറി ഉള്ളതുകൊണ്ട് ടോക്സിക് ആണ് എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ് നമ്മൾ പോളിവീനൈൽ ആൽക്കഹോളിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട്. കാരണം ഇപ്പം നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഒരു ഇതിനെ കുറിച്ചിട്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പറഞ്ഞിട്ട് അതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതേപോലെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സ് എന്തായാലും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് കേട്ടോ. മെയിൻലി പോളിവീനൈൽ ആൽക്കഹോൾ നമുക്ക് ട്രൈക്രോം സ്റ്റെയിൻ പോലെയുള്ള പെർമനൻറ്റ് സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ വേണ്ടി പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യാം. ട്രോഫോസൈഡിനും സിസ്റ്റിനും പറ്റും. പക്ഷേ നമുക്ക്
കുറച്ച് ടോക്സിക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് സോഡിയം അസറ്റേറ്റ് അസറ്റിക് ആസിഡ് ഫോർമാലിൻ ആണ്. സോഡിയം അസറ്റേറ്റ് അസറ്റിക് ആസിഡും ഫോർമാലിനും ചേർന്നതാണ് ഈ സോഡിയം അസറ്റേറ്റ് അസറ്റിക് ആസിഡ് ഫോർമാലിൻ എന്ന് പറയുന്നത്. നമുക്ക് ജനറൽ പർപ്പസ് പ്രിസർവേറ്റീവ് ആയിട്ടും അതുപോലെ സ്റ്റെയിനിങ് ആയിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ട്രോഫോസോയിറ്റിനും സിസ്റ്റിനും ഹെൽമിന്തിനും ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ പോളിവീനൽ ആൽക്കഹോൾ പറഞ്ഞല്ലോ, അത് ടോക്സിക് ആണെന്ന് പറഞ്ഞു. സോ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സോഡിയം അസറ്റേറ്റ് അസറ്റിക് ആസിഡ് ഫോർമാലിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് മെർത്തൈലേറ്റ് അയഡിൻ ഫോർമാലിൻ. മെർത്തൈലേറ്റ് അയഡിൻ ഫോർമാലിൻ എന്ന് പറയുമ്പോൾ ദാറ്റ് പ്രിസർവ് ആൻഡ് സ്റ്റെയിൻ ഇൻ വൺ സ്റ്റെപ്പ്. ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് പ്രിസർവേഷനും സ്റ്റെയിനിങ്ങും ആവും. സ്പെസിമൻ നമുക്ക് സിസ്റ്റിനെയും എഗ്ഗിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ട്രോഫോസോയിഡ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫോർമാലിൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മെർത്തൈലേറ്റ് അയഡിൻ ഫോർമാലിനും നമുക്ക് യൂസ് ചെയ്യാൻ സ്യൂട്ടബിൾ ആവില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് റെഫ്രിജറേഷൻ. അതായത് നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ആണെങ്കിൽ, അതായത് ഒരു 24 ഹവറിനുള്ളിൽ നമ്മൾ ഈ ഒരു സ്റ്റൂൾ സ്പെസിമെൻ സാമ്പിൾ പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, റെഫ്രിജറേഷൻ ചെയ്താൽ മതി. ജസ്റ്റ് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി. എല്ലാ ടൈപ്പിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 24 ഹവറിന് ശേഷം ഉള്ള അതിൽ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യരുത്. ചെയ്യുന്ന ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ, അതായത് ഗ്ലിസറോളും ഫോസ്ഫേറ്റ് ബഫറും കൂടി ആഡ് ചെയ്താണ് ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് സ്റ്റൂൾ നേരത്തെ നമ്മൾ പാരസൈറ്റ്സിൻ്റെ പല ട്രോഫോസോയിറ്റ്, സിസ്റ്റ്, ഹെൽമിന്ത് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ പ്രിസർവേറ്റീവ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ ആണ്. ഓക്കെ, പക്ഷേ നമുക്കിത് പാരസൈറ്റിൻ്റെ ഡയറക്റ്റ് എക്സാമിനേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് സ്റ്റൂളിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് പാരസൈറ്റ് എക്സാമിൻ ചെയ്യാനാണെങ്കിൽ ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈൻ യൂസ് ചെയ്ത്, പകരം ബാക്ടീരിയനെ കൾച്ചർ ചെയ്യണം. സ്റ്റൂളിലുള്ള പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയനെ കൾച്ചർ ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്രിസർവേറ്റീവായിട്ട് ഈ ബഫേർഡ് ഗ്ലിസറോൾ സലൈനെ യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ക്യാരി ബ്ലെയർ മീഡിയം. നമുക്കറിയാം ക്യാരി ബ്ലെയർ മീഡിയം എന്ന് പറയുന്നത് സ്റ്റൂളിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് മീഡിയം ആണ് അല്ലേ, സെമി സോളിഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മീഡിയം ആണ്. മെയിൻലി നമ്മൾ പാത്തോജനിക്കൽ സാൽമണല്ല, ഷിജില്ല ഇതിനെയൊക്കെ കൾച്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. അപ്പോൾ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഈ സ്റ്റൂൾ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റൂൾ കൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടായിട്ട് ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് മീഡിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഈ ക്യാരി ബ്ലെയർ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സ്റ്റൂളിൽ കാണാൻ സാധ്യതയുള്ള പാരസൈറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. കാരണം നമുക്ക് സ്റ്റൂളിൻ്റെ ഡയറക്റ്റ് എക്സാമിനേഷൻ ചെയ്തിട്ട് ഇപ്പോൾ അയഡിൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടെക്നിക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് പാരസൈറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ. മെയിൻലി നമ്മൾ മൈക്രോസ്കോപ്പ് ചെയ്യാറുള്ളത് ഈ പാരസൈറ്റ്സിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സ്റ്റൂളിൽ കാണാൻ സാധ്യതയുള്ള പ്രോട്ടോസോയിൻസും അതുപോലെ ഹെൽമിൻസുകളും ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പ്രോട്ടോസോവൻസ്, സ്റ്റൂളിൽ പ്രസൻ്റ് ആയിരിക്കുന്ന പ്രോട്ടോസോവൻസ് ഏതൊക്കെയാണ്, സ്ഥിരമായിട്ടൊന്നല്ല പത്തോളജിക്കൽ കണ്ടീഷൻസിൻ്റെ കേസിൽ പ്രസൻ്റ് ആവാൻ സാധ്യതയുള്ള പാരസൈറ്റ്സ് ഏതൊക്കെയാണ്. അതിൽ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക പ്രോട്ടോസോയിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻറ്റമീബൻ്റെ ട്രോഫോസോയിറ്റും സിസ്റ്റും കാണാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ത് കണ്ടീഷനാണ് കോസ് ചെയ്യുന്നത്, അമീബിക് ഡിസെൻട്രി ആണ് കോസ് ചെയ്യുന്നത് അല്ലേ. സോ ഫോംഡ് സ്റ്റൂളിൽ സിസ്റ്റും അതുപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള സ്റ്റൂളിൽ ട്രോഫോസോയിഡ്സും ആണ് കാണാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഫോംഡ് ആയിട്ടുള്ള സ്റ്റൂളായിരിക്കും സിസ്റ്റ് കാണാൻ ചാൻസ് ഉള്ളത്, അതുപോലെ ലൂസ് ആയിട്ടുള്ള സ്റ്റൂളായിരിക്കും ട്രോഫോസോയിഡ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഇനി അടുത്ത പ്രോട്ടോസോവനാണ് ജിയാഡിയ ലാംലിയ എന്ന് പറയുന്നത്. ഈ ജിയാഡിയ ലാംലിയ ട്രോഫോസോയിഡ്സും സിസ്റ്റും കാണാൻ ചാൻസ് ഉണ്ട്. ഇത് കോസ് ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ ജിയാഡിയാസിസ് എന്നാണ് പറയുക. ഇത് മോട്ടൈൽ ട്രോഫോസോയിഡ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഈ മോട്ടൈൽ ട്രോഫോസോയിഡ് വിത്ത് ഫോളിംഗ് ലീഫ് ലൈക്ക് മോട്ടിലിറ്റി. അപ്പോൾ ജിയാഡിയൻ്റെ മോട്ടിലിറ്റി ഇങ്ങനെ ചോദിക്കാം, ട്രോഫോസോയിഡ് വിത്ത് ഫോളിംഗ് ലീഫ് ലൈക്ക് മോട്ടിലിറ്റി ഉള്ളത് ഏത് പാരസൈറ്റ്സിൻ്റെ ആണ് അല്ലെങ്കിൽ ഏത് പ്രോട്ടോസോവൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ജിയാഡിയ ലാംലിയ. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഫോളിംഗ് ലീഫ് ലൈഫ്. ഞാനിവിടെ പിക്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാരസൈറ്റോളജി ഏരിയയിൽ ഓരോന്ന് പിക്ചറും ഡിസ്കസ് ചെയ്തതാണ്. സോ അതുകൊണ്ട് പിക്ചർ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളുമാണ് ഈ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് ക്രിപ്റ്റോസ്പൊറിഡിയം പാർവ. ഈ ക്രിപ്റ്റോസ്പൊറിഡിയം
പാർവത്തിൻ്റെ ഊസിസ്റ്റാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഊസിസ്റ്റ് ആയിരിക്കും. സോ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ടറി ഡയറി എന്ത് കോസ് ചെയ്യുന്നുണ്ട്? ഈ ക്രിപ്റ്റോസ്പോറിഡിയം പാർവം കോസ് ചെയ്യുന്നുണ്ട്. ഇനി ബലാൻറ്റിഡിയം കോളെ. ബലാൻറ്റിഡിയം കോളെ എന്ന് പറയുമ്പോൾ അതും പ്രോട്ടോസോവൻ ആണ്. ട്രോഫോസോയിഡ്സും സിസ്റ്റം കാണും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബലാൻറ്റിഡിയം കോളയെ പഠിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് ലാർജ് സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവയാണ്. അപ്പോൾ ആകെ ഒരു സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവേറ്റ് എന്ന് പറയുന്നത് ബലാൻറ്റിഡിയം കോളെ മാത്രം. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സീലിയേറ്റഡ് ആയിട്ടുള്ള ട്രോഫോസോയിഡ്സ് പ്രോട്ടോസോവൻ ഏതാണെന്ന് ചോദിച്ചാൽ ദറ്റ് ഈസ് ബലാൻറ്റിഡിയം കോളെ. അത് കോളൈറ്റിസ് ആണ്, പേരിൽ തന്നെ ഉണ്ട്. കോളെ എന്ന് പറയുമ്പോൾ കോളൈറ്റിസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. ഇനി ഐസോസ്പോറ ബെല്ലിയും പ്രോട്ടോസോവൻ ആണ്. അതിൻ്റെ ഊസിസ്റ്റ് ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മെയിൻലി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് എന്തുണ്ടാക്കുന്നത്? ഈ ഐസോസ്പോറ ബെല്ലി കാണാൻ പറ്റുന്നത്. ഇനി സൈക്ലോസ്പോറ, ക്രിപ്റ്റോസ്പോറിയം ഇതിൻ്റെയൊക്കെ ഊസിസ്റ്റ് ആണ് പ്രസൻ്റ് ആയിരിക്കും. ഒരുമിച്ച് പഠിച്ചു വെക്കുക. അതും മൂന്നും നമ്മൾ സെഡൻ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇത് പ്രൊലോങ്ഡ് ഡയറിയ കോസ് ചെയ്യുന്നുണ്ട് സൈക്ലോസ്പോറം. ഇതെല്ലാം നമ്മളുടെ ഈ പ്രോട്ടോസോയിൽ വരുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഹെൽമിന്തിലാണ്. ഹെൽമിന്തിൽ തന്നെ നമുക്കറിയാം, ഹെൽമിന്തിനെ നമ്മൾ നെമറ്റോഡ്, ട്രമറ്റോഡ്, സെസ്റ്റോഡ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിൽ ഹെൽമിന്തിൽ നെമറ്റോഡാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അസ്കാരിസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഫെർട്ടൈൽ ആൻഡ് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള എഗ്സ് കാണാൻ പറ്റും. ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻസ് ആണ്. കാരണം അസ്കാരിസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ വേമാണ് അല്ലേ. സോ അത് എന്തുണ്ടാക്കും? മെയിൻലി ഇൻഡസ്ട്രൈൻസിൽ അവർ കൂടി വളർന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രൈനൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹുക്ക്വേം എന്ന് പറയുമ്പോൾ ആങ്കൈലോസ്റ്റോമ, നെക്ടർ അമേരിക്കൻസ് ഇതൊക്കെയാണ് ഹുക്ക്വേം കാറ്റഗറിയിൽ വരുന്നത്. സോ അവരെന്തുണ്ടാക്കുന്നുണ്ട്? അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്. കാരണം ഹുക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ഇൻഡസ്ട്രൈനൽ ഏരിയയിൽ അവർ ഹുക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവും. അവരുടെ എഗ്സ് സ്റ്റൂളിൽ കാണാനുണ്ടാവും കേട്ടോ ഹുക്ക്വേമിൻ്റെ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഹുക്ക്വേം ഇൻഫെക്ഷൻസിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവും എന്നുള്ളതൊരു പ്രോപ്പർട്ടിയാണ്. കാരണം അയൺ അബ്സോർപ്ഷൻസിയും കാര്യമൊക്കെ അവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇൻഡസ്ട്രൈനിൽ മൊത്തം ഇവർ മാറ്റി പറിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എൻഡ്രോബിയസ് വെർമിക്കുലാരിസും നെമറ്റോഡാണ്. സ്റ്റൂളിൽ എഗ്ഗ് റെയർലി ആണ് കാണുന്നത്. പെരിഇനൽ എഗ്ഗ് ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ സ്കോച്ച് ടാപ്പ് മെത്തേഡ്, NIH സ്വാബ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു എൻഡ്രോബിയസിൻ്റെ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലേ. സോ പെരിയേനൽ എഗ്ഗ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റൂളിൽ അങ്ങനെ എഗ്ഗ് റെയർലി ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു പെരിയേനൽ റീജിയൻസിലെ അവിടെയാണ് ഇവർ എഗ്ഗ് ഹാച്ച് ഔട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യണമെങ്കിൽ സ്വാബ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ടാപ്പ് വെച്ചിട്ടോ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഗ്ഗ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സ്ട്രോങ്കൈലോയിഡിൻ്റെത് റാബ്ഡിഫോം ലാർവയാണ് നമ്മൾ സ്റ്റൂളിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ടെക്നിക്സ് വെച്ചിട്ടാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ആ സാമ്പിളിനെ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കോൺസെൻട്രേഷൻ ടെക്നിക്ക് അത്യാവശ്യമായിരിക്കും. നെക്സ്റ്റ് നമുക്ക് സെസ്റ്റോഡ് എന്ന് പറയുമ്പോൾ ടീനിയ സോളിയം, ടീനിയ സാജിനേറ്റ. സോ അതൊക്കെ സെസ്റ്റോഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അതിൻ്റെ എഗ്ഗും പ്രോഗ്ലോട്ടിഡ്സും നമുക്ക് സ്റ്റൂളിൽ കാണാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ എഗ്ഗ് മാത്രമാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ഈ ടീനിയ ആൻഡ് സാജിനേറ്റിൻ്റെയും സോളിയത്തിൻ്റെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ഹൈമനോലെപ്സിസ് നാന അതും സെസ്റ്റോഡ്സ് ആണ്. സ്റ്റൂളിൽ എഗ്ഗ് കാണാൻ പറ്റും. ചിൽഡ്രൻസിലാണ് കോമൺലി നമ്മൾ കാണുന്നത്. ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഹൈമനോലെപ്സിസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ട്രമറ്റോഡാണ്. ട്രമറ്റോഡ് എന്ന് പറയുമ്പോൾ ഷിസ്റ്റോസോമ മാൻസോണി. ഷിസ്റ്റോസോമ എന്ന് പറയുമ്പോൾ ട്രമറ്റോഡാണ്. അതിൽ എഗ്ഗ് വിത്ത് ലാറ്ററൽ സ്പൈൻസ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ഫാഷ്യോള ബുസ്കി, ക്ലോണോർച്ചിക് സൈനസിസിലൊക്കെ ആണെങ്കിൽ ഓപ്പർക്കുലേറ്റഡ് എഗ്ഗാണ് വരുന്നത്. ഓക്കെ, ഈ ഫാഷ്യോള ബുസ്കി എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനലും അതുപോലെ ക്ലോണോർച്ചിക് സൈനസ് എന്ന് പറയുന്നത് ലിവർ ഫ്ലൂക്കുമാണ്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് പേരുകൾ ഇപ്പോൾ സ്റ്റൂളിൽ കാണുന്ന പ്രോട്ടോസോവൻസ് ഏതൊക്കെയാണ്, അതുപോലെ സ്റ്റൂളിൽ കാണുന്ന നെമറ്റോഡും ട്രമറ്റോഡും സെസ്റ്റോഡ്സും ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓൾറെഡി നമ്മൾ പഠിക്കേണ്ടതെന്നല്ല, നമ്മൾ പാരസൈറ്റോളജി ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൂൾ എക്സാമിനേഷനിൽ കവർ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ക്ലിനിക്കൽ പാത്തോളജി ഏരിയയിലൊക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ കിൻഡിൽ ആപ്പ് വഴി ക്വസ്റ്റ്യൻസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് ഇ ബുക്കായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1000ഓളം ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ഒരു സബ്ജക്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.